ഹലോ വിദ്യാർത്ഥികളെ, നമ്മുടെ ആനുവൽ ഇവാലുവേഷൻ അടുത്ത് വരികയാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ആൻസർ ക്വസ്റ്റ്യൻ 1 and 2 ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഫസ്റ്റ് 1 മുതൽ നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെയും ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഓരോന്നിനും ഓരോ സ്കോർ വീതമാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ പെയേഴ്സ് ഗിവൺ ഇൻ കോളം എ ആൻഡ് ബി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. താഴെ കുറച്ച് പെയറുകൾ തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ഏതാണെന്ന് വെച്ചാൽ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, കിങ്ഡം എ, മോണീറ, പ്രോട്ടിസ്റ്റ, ഫംഗി. 3 കിങ്ഡത്തിൻ്റെ പേര് തന്നിരിക്കുകയാണ്. ഓർഗാനിസംസ് തന്നിരിക്കുന്നത് കിങ്ഡവും ഓർഗാനിസംസും ആണ് തന്നിരിക്കുന്നത്. അമീബ, ബാക്ടീരിയ, മൗൾഡ്, ഇത് 3ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കിങ്ഡം മോണീറയ്ക്ക് ചേർന്നത് ആരാണ്, കിങ്ഡം പ്രോട്ടിസ്റ്റയ്ക്ക് ചേർന്നത് ആരാണ്, കിങ്ഡം ഫംഗൈക്ക് ചേർന്നതാണ്. അത് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് ഏതിന് ചേർന്നതായിരിക്കും? അമീബിയാണോ, ബാക്ടീരിയ ആണോ, മോൾഡാണോ, ഏതാണ്? ഒന്നാമത്തെ കിങ്ഡം മൊണീറയിൽ ചേരുന്നത് ഏതാണ്? ബാക്ടീരിയ അല്ലേ, ബാക്ടീരിയ. പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഏതാ വരുന്നത്? കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത് അമീബ. ഫംഗയിൽ വരുന്നത് ഏതാണ്? മൗൾഡ്. അപ്പോൾ ഇതേതാണ്? ബാക്ടീരിയ എന്ന് പറയുന്നത് 2 ആണ്, അമീബ എന്ന് പറയുന്നത് 1 ആണ്, മൗൾഡ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2, വൈ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 2, വൈ എന്ന് പറയുന്നത് ഫസ്റ്റ്, സെഡ് എന്ന് പറയുന്നത് 3. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ കിങ്ഡവും അതിൻ്റെമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗാനിസംസും നിങ്ങൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻസ് നന്നായി പഠിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ഗിവൺ ബിലോ ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെൻറ്റും റീസണും വായിച്ച് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 1, ഫ്ലോയം ഹാസ് ദ എബിലിറ്റി ടു ഫോട്ടോസിന്തസിസ്. ഫ്ലോയത്തിന് ഫോട്ടോസിന്തസിസിനുള്ള എബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. റീസൺ പറയുന്നത് ഫ്ലോയം കണ്ടെയ്ൻ ക്ലോറോഫിൽ. ഫ്ലോയത്തിൽ ക്ലോറോഫിൽ ഉണ്ടെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്, നമ്മളുടെ റീസണും തെറ്റാണ്. അപ്പോൾ ഇതിലേത് ഓപ്ഷനാണ്? സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ എന്തായിരിക്കും? ഇൻകറക്റ്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്, റീസണും ഇൻകറക്റ്റ് ആണ്. നെക്സ്റ്റ് സെക്ഷൻ ബി, ആൻസർ ക്വസ്റ്റ്യൻ 3 to 8 2 സ്കോർ ഈച്ച്. ഓരോന്നിനും 2 സ്കോർ വീതമാണുള്ളത്. ഫസ്റ്റ് വൺ, ക്ലാസിഫൈ ദ ഫുഡ് ചെയിൻ ഗിവൺ ബിലോ അക്കോർഡിംഗ് ടു ദ ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ ഒരു ഫുഡ് ചെയിൻ തന്നിട്ടുണ്ട്. ഗ്രാസ് ഹോപ്പർ, ചമേലിയോൺ, ഹൗക്ക്. ഇതിൽ വിച്ച് ആർ ദ പ്രൊഡ്യൂസേഴ്സ് എന്ന് എപ്പോഴും പറയുന്നത് ആരായിരിക്കും? ഗ്രാസ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്രാസ് അല്ലേ, അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്നും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ആരാണ്? ഗ്രാസ് ആണ് പ്രൊഡ്യൂസേഴ്സ്. വിച്ച് ആർ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി കൺസ്യൂമർ. ഇതിലെ പ്രൈമറി ആരാണ്, സെക്കൻഡറി ആരാണ്, ടേർഷറി ആരാണെന്നാണ് എഴുതേണ്ടത്. ഇതിലെ പ്രൈമറി കൺസ്യൂമർ ആരായിരിക്കും? പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത് ഗ്രാസ് ഹോപ്പർ ആണ്. സെക്കൻഡറി കൺസ്യൂമർ ആരാണ്? സെക്കൻഡറി കൺസ്യൂമർ ചമേലിയൻ ആണ്. തേർഡ് ടേർഷറി കൺസ്യൂമർ എന്ന് പറയുന്നത് ഹൗക്കാണ്. അപ്പോൾ ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി കൺസ്യൂമർ, ഇത് ടേർഷറി കൺസ്യൂമർ. അപ്പോൾ പ്രൈമറി കൺസ്യൂമർ എന്താണ്, സെക്കൻഡറി കൺസ്യൂമർ എന്താണ്, ടേർഷറി കൺസ്യൂമർ എന്താണെന്ന് നന്നായി പഠിക്കുക. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാംഗോ ട്രീ ആൻഡ് ലൊറാന്തസ്, മാംഗോ ട്രീ ആൻഡ് വാണ്ട. ഇവിടെ 2 ഇത് തന്നിട്ടുണ്ട്. മാംഗോ ട്രീയും ലൊറാന്തസും തമ്മിലുള്ള റിലേഷൻഷിപ്പും അതുപോലെ മാംഗോ ട്രീയും വണ്ടയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാംഗോ ട്രീയും ലൊറാന്തസും എന്താണ്? മാംഗോ ട്രീ ആൻഡ് ലൊറാന്തസ് എന്താണ്? പാരസൈറ്റിസം ആണ് അവരുടെ റിലേഷൻഷിപ്പ്. പാരസൈറ്റിസം ആണ്. മാംഗോ ട്രീ ആൻഡ് വണ്ട ഏതാണ്? കമൻസാലിസം. ഇതിൻ്റെ റിലേഷൻഷിപ്പ് കമൻസാലിസം. അപ്പം റിലേഷൻഷിപ്പും അതെന്താണെന്നും നന്നായി പഠിക്കുക. കമൻസാലിസം
അപ്പോൾ പാരസൈറ്റിസം, കമൻസാലിസം. അപ്പോൾ റിലേഷൻഷിപ്പ് മംഗോ ട്രീ ആൻഡ് ലൊറാന്തസ് ഏതാണ്? പാരസൈറ്റിസം. മാംഗോ ട്രീ ആൻഡ് വണ്ട കമൻസാലിസം. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒന്നിന് ഗുണം ഒന്നിന് ദോഷം, രണ്ടിനും ദോഷം, പിന്നെ അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ, അതാണ് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ, വാട്ട് ആർ ദെയർ സിമിലാരിറ്റീസ്. താഴെ 2 പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇവയുടെ സിമിലാരിറ്റീസ്, സാമ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം കാണുന്ന എയിൽ കാണുന്നത് ഗാങ്സ് ഷാർക്കാണ്, രണ്ടാമത് ബിയിൽ കാണുന്നത് മലബാർ സിവറ്റ് ക്യാറ്റ് ആണ്. ഇത് രണ്ടും നമ്മുടെ റെഡ് ഡാറ്റ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതായത് വംശനാശം സംഭവിക്കാൻ ചാൻസ് ഉള്ളതിനെയാണ് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തുന്നത് അല്ലേ. അപ്പോൾ ഓർഗാനിസംസ് ഇൻ ഇന്ത്യ ഇൻ റെഡ് ഡാറ്റ ബുക്ക്, അതാണ് അവ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്ന് പറയുന്നത്. 6th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെമൻ ആൻഡ് സ്പേം. സെമനും സ്പേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? എ സെമൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്പേം സെൽ ഫോംഡ് ഇൻ ദ ടെസ്റ്റസ്. ടെസ്റ്റസിൽ ഫോം ചെയ്യുന്ന സ്പേം സെല്ലിൻ്റെ കോമ്പിനേഷനെയാണ് എന്ന് പറയുന്നത് സെമൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്രീഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്ലാൻഡ്. ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? സെക്രീഷൻസ്. പ്രോസ്റ്റേറ്റ് പോലെയുള്ള ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന്? സെക്രീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സെമനും സ്പേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ, സ്പേം ഹാസ് ദ എബിലിറ്റി ടു മൂവ്. സ്പേമിന് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇറ്റ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പേമിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്പേം ഫൗണ്ട് ഇൻ ലിക്വിഡ് മീഡിയം. സ്പേം എവിടെയാണുള്ളത്? ലിക്വിഡ് മീഡിയത്തിലാണുള്ളത്. സ്പേം മൂവ് യൂസിങ് ഇറ്റ്സ് ടെയിൽ. സ്പേം അതിൻ്റെ ടെയിൽ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെഡ് ടെയിലും ഒക്കെ ഉണ്ടെന്ന് സ്പേമിന് അല്ലേ. അപ്പോൾ സ്പേമിൻ്റെ ടെയിൽ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്പേം മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എഴുതുന്നത്. സ്പേം ഫൗണ്ട് ഇൻ ലിക്വിഡ് മീഡിയം, സ്പേം മൂവ്സ് യൂസിങ് ഇറ്റ്സ് ടെയിൽ. 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. മെൻസ്ട്രേഷൻ വിൽ ടെമ്പററിലി സ്റ്റോപ്പ് ഇഫ് ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് അൺലെസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മെൻസ്ട്രേഷൻ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും ഇഫ് ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ്. ഫെർട്ടിലൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യും? മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടും. അനലൈസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് നോക്കാം. ഫോളോയിങ് ഓവുലേഷൻ പ്രിപ്പറേഷൻസ് ആർ മെയ്ഡ് ഇൻ ദ യൂട്രസ് ടു റിസീവ് ദ എംബ്രിയോ. എംബ്രിയോനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്രസ് കുറേ പ്രിപ്പറേഷൻസ് നടത്തും അല്ലേ. ദ എൻഡോമെട്രിയം ഹാസ് ഫോംഡ് മോർ ബ്ലഡ് വെസൽ. എൻഡോമെട്രിയത്തിൽ എന്ത് ചെയ്യും? കുറേ ബ്ലഡ് വെസൽസ് ഫോം ചെയ്യും. ഈ ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഒക്കർ, ദീസ് പ്രിപ്പറേഷൻസ് ആർ ഇൻ വെയിൻ. ദെൻ ദ എൻഡോമെട്രിയം കോൺട്രാക്ട് ആൻഡ് ദ ബ്ലഡ് വെസൽ റപ്ചർ causing blood to come out. This is menstruation. If fertilization occurs, the uterus receive the embryo. അപ്പോൾ എന്ത് സംഭവിക്കുന്നേ? നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് നമ്മുടെ ഓവുലേഷൻ്റെ ഇതായിട്ട് എന്ത് ചെയ്യും? യൂട്രസ് എംബ്രിയോനെ റിസീവ് ചെയ്യാനായിട്ട് കുറേ പ്രിപ്പറേഷൻസ് നടത്തും. ദ എൻഡോമെട്രിയം ഹാസ് ഫോംഡ് മോർ ബ്ലഡ് വെസൽസ്. എന്ത് ചെയ്യും? എൻഡോമെട്രിയത്തിൽ ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ടാവും. ഇഫ് ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഒക്കർ, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ these preparations are in vain. Then the endometrium contract and the blood vessel rupture. ഈ എൻഡോമെട്രിയം എന്ത് ചെയ്യും? എൻഡോമെട്രിയം കോൺട്രാക്ട് ചെയ്യുകയും ചുരുങ്ങുകയും and the blood vessels rupture, ബ്ലഡ് വെസൽസ് റപ്ചർ ചെയ്യുകയും ചെയ്യും. കോസിങ് ബ്ലഡ് ടു കം ഔട്ട്. അങ്ങനെ എന്ത് ചെയ്യും? അത് ബ്ലഡ് പുറത്തേക്ക് വരാനായിട്ട് കാരണമാകും. ദിസ് ഈസ് മെൻസ്ട്രേഷൻ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഫെർട്ടിലൈസേഷൻ ഒക്കെ ദ യൂട്രസ് റിസീവ് ദ എംബ്രിയോ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? യൂട്രസ് എംബ്രിയോനെ റിസീവ് ചെയ്യും. അപ്പോൾ എംബ്രിയോനെ റിസീവ് ചെയ്തില്ലെങ്കിൽ, അതായത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് കോൺട്രാക്ട് ചെയ്ത് ബ്ലഡ് വെസൽസ് ഒക്കെ റപ്ചർ ചെയ്ത് ബ്ലഡ് പുറത്തേക്ക് പോരും. അതിനാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും? ഇത് എംബ്രിയോനെ റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നുമ്പോൾ മെൻസ്ട്രേഷൻ വിൽ ടെമ്പററിലി സ്റ്റോപ്പ്. മെൻസ്ട്രേഷൻ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യപ്പെടും. 8th ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇൻറ്റു എക്സിറ്റു കൺസർവേഷൻ ആൻഡ് ഇൻസിറ്റു കൺസർവേഷൻ. നമ്മൾ എന്താണ് എക്സിറ്റു കൺസർവേഷൻ എന്നും എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ എന്നും നന്നായി പഠിക്കുക. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എക്സിറ്റു കൺസർവേഷനിലും ഇൻസിറ്റു കൺസർവേഷനിലും എന്താണ് പ്രത്യേകത? നമ്മൾ എക്സാമ്പിൾസ് അടക്കം പഠിച്ചിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ
സാധാ നോർമൽ ലൈഫ് വൈൽഡ് ലൈഫൊക്കെ പോലെ തന്നെ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ അതിനെ സംരക്ഷിച്ചു പോരുന്നു. മറ്റത് എന്താണ്, നമ്മൾ അവർക്ക് അവരുടെ ആ പരിസ്ഥിതിയൊക്കെ നമ്മൾ മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കി, ഇപ്പോൾ സൂ ഒക്കെ പോലെയുള്ളത് അല്ലേ, അങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നതാണ് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം എന്തൊക്കെയാണെന്ന്. നാഷണൽ പാർക്ക് തന്നിട്ടുണ്ട്, ജീൻ ബാങ്ക് തന്നിട്ടുണ്ട്, സുവോളജിക്കൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കാം. നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷനാണ്. പിന്നെ നമുക്ക് ഇൻസിറ്റു കൺസർവേഷനിൽ നാഷണൽ പാർക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഏതാണ്, ബയോസ്ഫിയർ റിസർവും ഇൻസിറ്റു കൺസർവേഷനാണ്. ബയോസ്ഫിയർ റിസർവും ഇൻസിറ്റു കൺസർവേഷനാണ്. നാഷണൽ പാർക്കും ഇൻസിറ്റു കൺസർവേഷനാണ്. ജീൻ പാർക്കും സുവോളജിക്കൽ പാർക്കും ബിയും സിയും എക്സിറ്റു കൺസർവേഷനാണ്. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും എന്താണെന്നും അവയ്ക്ക് എക്സാമ്പിളുകളും പഠിക്കാം. സെക്ഷൻ സി നമുക്ക് നോക്കാം. ഇവിടെ 3 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് 9th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സിമ്പിൾ ഗിവൺ ബിലോ ബിലോങ്സ് ടു ആൻ ഇന്റർനാഷണൽ കൺസർവേഷൻ ഓർഗനൈസേഷൻ. വേർ ഈസ് ഇറ്റ് ലൊക്കേറ്റഡ്? വാട്ട് ആർ ഇറ്റ്സ് എയിം? നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിരിക്കുന്നത്? ഈ സിമ്പിള് ഒരു ഇന്റർനാഷണൽ കൺസർവേഷൻ ഓർഗനൈസേഷൻ WWF ആണ്. വേർ ഈസ് ഇറ്റ് ലൊക്കേറ്റഡ്? ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത്? ഇത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ്. WWF ലൊക്കേഷൻ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. ഇത് വാട്ട് ആർ ഇറ്റ്സ് എയിം? ഇതിൻ്റെ എയിം എന്താണ്? ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ WWF എന്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? അതിൻ്റെ എയിം എന്താണെന്ന് നമ്മൾ പഠിക്കുക. എന്തായിരിക്കും? കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, prevention of exploitation and pollution of natural resources. അപ്പോൾ ഒന്ന് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റീനെ കൺസേർവ് ചെയ്യുക എന്നത്. രണ്ടാമത് നമ്മൾ നാച്ചുറൽ റിസോഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും പൊല്യൂഷൻ ആക്കുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതുമാണ്. ഇനി 10th തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ഇവിടെ എക്സും വൈയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എക്സ് എന്താണ്, വൈ എന്താണെന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പോളൻ ട്യൂബാണ്. ഇനി അടുത്തത് എന്താണ്? പോളാർ ന്യൂക്ലിയസ്. പോളാർ ന്യൂക്ലിയസ് ആണ്. ഇനി നമ്മളോട് വിച്ച് പാർട്ട് ഡസ് എക്സ് ഇൻഡിക്കേറ്റ്? ഹൗ സ്പേം സെൽ ഫോംഡ് ഇൻസൈഡ് ഇറ്റ്. എന്താണ് എക്സ് എന്ന് പറയുന്നത്? ഹൗ ആർ സ്പേം സെൽ ഫോംഡ് ഇൻസൈഡ് ഇറ്റ്. എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ സ്പേം സെല്ല് ഫോം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10th ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയുന്നത് പോളൻ ട്യൂബാണ്. ഇൻ ദ പോളൻ ട്യൂബ് ദ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ടു ഫോം 2 സ്പേം സെൽ. ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? 2 സ്പേം സെല്ലായിട്ട് ഫോം ചെയ്യും. ഇനി അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് വൈ ഇൻഡിക്കേറ്റ്? വൈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? വാട്ട് ഈസ് ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ്? ഇതിൻ്റെ ബയോളജിക്കൽ സിഗ്നിഫിക്കൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പോളാർ ന്യൂക്ലിയസ് ആണ്. ഇതെന്ത് ചെയ്യും? ദ പോളാർ ന്യൂക്ലിയസ് ഫ്യൂസസ് വിത്ത് സെക്കൻഡ് സ്പേം സെൽ ടു ഫോം ദ എൻഡോസ്പേം. എൻഡോസ്പേം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പോളാർ ന്യൂക്ലിയസ് ഫ്യൂസസ് വിത്ത് സെക്കൻഡ് സ്പേം സെല്ലുമായിട്ട് എന്ത് ചെയ്യും? പോളാർ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവും? എൻഡോസ്പേമായിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഏതൊക്കെ? പോളൻ ട്യൂബിൻ്റെയും പോളാർ ന്യൂക്ലിയസിൻ്റെയും അതുപോലെ മറ്റുള്ള പാർട്സിൻ്റെയും ഫങ്ഷൻസ് പഠിച്ചു വെച്ചിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ തന്നെയാണ്. റീഅറേഞ്ച് ദ ടേബിൾ ബൈ സെലക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ബി ആൻഡ് സി അക്കോർഡിംഗ് ടു ദ ഇൻഫർമേഷൻ ഇൻ എ. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഹൈഡ്രയാണ്. ഹൈഡ്ര എന്ന് പറയുന്നത് ബിയിൽ ബഡ്ഡിംഗ് ആണ്. അതെന്ത് റീപ്രൊഡക്ഷൻ ആണ്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എന്താണ്? എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഒന്നാമത്തത്
ഹൈഡ്ര ബഡ്ഡിംഗ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. രണ്ടാമത്തെ യൂട്രസ് എൻഡോമെട്രിയം എന്താണ്? എംബ്രിയോ ഗ്രോസ് അറ്റാച്ച്ഡ് ടു ദ യൂട്രസ്. അപ്പോൾ രണ്ടാമത്തേതാണ്. ഇനി മൂന്നാമത്തേത് ഓവറി എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആണ്. ഈസ്ട്രജൻ എന്ന് പറയുന്നത് സെക്സ് ഹോർമോൺ ആണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ഈസ്ട്രജൻ സെക്സ് ഹോർമോൺ. അപ്പോൾ ഹൈഡ്ര ബഡ്ഡിംഗ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, യൂട്രസ് എന്ന് പറയുന്നത് എൻഡോമെട്രിയം, ദ എംബ്രിയോ ഗ്രോസ് അറ്റാച്ച്ഡ് ടു യൂട്രസ്, ഓവറി, ഈസ്ട്രജൻ സെക്സ് ഹോർമോൺ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു. ഈ പറഞ്ഞ പോർഷൻസൊക്കെ കവറപ്പ് ചെയ്ത് പോവുക എക്സാമിന്. ഓൾ ദ ബെസ്റ്റ്.